ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മുടെ കുറേ സുഹൃത്തുക്കളെ, നമ്മുടെ കുറേ അമ്മമാരെയൊക്കെ കണ്ടിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് സംസാരിച്ചപ്പോഴാണ് എൻ്റെ നാട്ടിൽ നിന്ന് വന്ന് പാലക്കാട് സ്ഥിരതാമസമാക്കിയ, അതെ, പാലായിൽ നിന്ന് പാലക്കാടെത്തി എൻ്റെ വീട്ടുകാരെയൊക്കെ അറിയാവുന്ന രണ്ടാളുകളെ ഞാൻ ഇവിടെ കണ്ടുപിട്ടു. ഒരു വലിയ വലിയ സന്തോഷമായി. അപ്പൊ അതെ, എന്റെ പേര് ചേട്ടാ, എന്റെ പേര് ശിവരാമൻ. ശിവരാമൻ. ഗീത. എന്റെ അമ്മയുടെ പേരാണ്. എനിക്ക് മൈക്ക് വെക്കാൻ സുഖമായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ അപ്പുറത്തോട്ടിരുന്ന് അങ്ങോട്ട് രണ്ടുപേരും അടുത്തിരിക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ എന്തോടെ കാണിക്കുന്ന എന്തുവാ? ഇനി നമുക്ക് സംസാരിച്ചെടുക്കാം. അപ്പൊ എങ്ങനെ ഈ പാലായിൽ നേരെ എങ്ങനെ പാലക്കാട്ടേക്കുള്ള യാത്ര? അപ്പൊ പാലക്കാട്ടെ വോട്ടർമാരായി. അതെ. ഞാൻ 89 ഇവിടെ വന്നു. 89 വന്നാ ജോലി കിട്ടി വന്നാണോ? എവിടെയാ ജോലി ചെയ്യുന്നേ? റിട്ടയർഡായി. ആണല്ലേ, റിട്ടയർഡ് ആയല്ലേ. അപ്പം പാലക്കാട്ടെ വോട്ടർമാരാണ്. പാലായിൽ നിന്ന് പാലക്കാട്ടേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂട് ഇവിടെ? ഇലക്ഷൻ ചൂട് ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഈ സൈഡിനൊരു ചെറിയ മുൻതൂക്കം കാണുന്നുണ്ട്. എന്താ വെച്ചാൽ മാധ്യമങ്ങൾ അങ്ങേയറ്റം അനുകൂലമായിട്ട് അവർ ഉദ്ദേശിച്ചത് ശരിക്കും പ്രതികൂലമായിട്ട് വന്നിരിക്കുകയാണ് UDF. ആ രീതിയിൽ അവർ ഉദ്ദേശിച്ച പോലെ അല്ല ഇപ്പം നേരെ തിരിച്ചടിച്ചു. അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇപ്പം എൻ്റെ ഒരു നോട്ടത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഉദാഹരണത്തിന് ഇന്നലത്തെ സംഭവം തന്നെ EPയുടെ കേസ് ഇപ്പം അത് കുത്തിപ്പൊക്കിയവർക്ക് തന്നെ അത് വിനയായിട്ട് വന്നിരിക്കുകയാണ്. DC തന്നെ ഒളിച്ചോടി എന്നുള്ളതാണ് ഇപ്പം. DC ബുക്സ് തന്നെ പ്രതികരിക്കാതെ ഒളിച്ചോടി എന്നാണ് പറഞ്ഞത്. അയാൾ പറയാത്തൊരു കാര്യം കെട്ടിവെക്കുക, എന്നിട്ട് അത് ഒരറ്റം കേട്ടാൽ പിന്നെ മറ്റ് മാധ്യമങ്ങൾ വെറുതെ അത് പൊക്കിപ്പിടിച്ച് വേറെ ഒന്നും അവർക്ക് പറയാനില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതൊന്നുമല്ല. EPയുടെ ഒരു പുസ്തകമാണ് ഇപ്പോൾ പ്രശ്നം. EP എഴുതിയ പുസ്തകം എവിടെ നോക്കിയാലും ഏത് ഇത് നോക്കിയാലും പുസ്തകം. ഇപ്പോൾ വേറെ ഒന്നുമില്ല. അതൊക്കെ മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന ഇടപാടാണ്. ഇതൊന്നും അല്ല നമ്മുടെ നിത്യജീവിതത്തിൽ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഇതിനോടൊന്നുമല്ല. നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ ഈ മുഖ്യധാരയിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുക, അതാണല്ലോ അവരുടെ ലക്ഷ്യം. അത് വ്യതിചലിപ്പിക്കുക, എന്നിട്ട് എതിരായിട്ട് ചിന്തിക്കുന്നവരെ ചിന്തിപ്പിക്കുക. അങ്ങനെ ഉള്ളവരെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നൊരു ചിന്താഗതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു ചേട്ടൻ. പറഞ്ഞു ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് പാലായിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്ന് താമസിച്ചപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് ഒത്തിരി സ്ഥലങ്ങളിൽ ഇലക്ഷൻ ഡ്യൂട്ടി വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴേ എന്താ തോന്നുന്നത്? ഒരു വികസനം നിത്യജീവിതം, നമ്മൾ ഈ റോഡുകളായാലും ടൗൺ ഹാൾ പോലുള്ള കെട്ടിടങ്ങളായാലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥാപനങ്ങളും സാധനങ്ങളും ഒക്കെ തന്നെയാണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അവസ്ഥയെക്കുറിച്ച് നോക്കി കാണുമ്പോൾ പാലയും പാലക്കാടും നമ്മളൊരു വേറൊരു കാര്യം, എല്ലായിടത്തും ഉണ്ടാകുന്ന വികസനം ഈ പാലക്കാട് ടൗണിലും നഗരസഭയ്ക്കുള്ളിൽ വന്നിട്ടില്ല. എന്നാൽ വന്നത് മറ്റുള്ളവർക്ക് വന്നതിൻ്റെ ഒരു അംശം, ഒരു കാറ്റടിക്കുന്ന പോലെയുള്ളത് ചെറുതായിട്ട് അത് ഗ്രാമപ്രദേശങ്ങളിൽ വന്നെന്നുള്ളതല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. മറ്റൊന്നും ഇവിടെ ഉണ്ടായതായിട്ട് യാതൊരു ഇതുമില്ല. ചേച്ചി എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് പാലക്കാട്? എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 3 കൂട്ടരും നല്ല രീതിയിൽ അങ്ങ് പ്രവർത്തനമുണ്ട്. നല്ല മത്സരമാണോ? നല്ല മത്സരമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ ആരാണെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും ഇന്നയാൾ ജയിച്ചാൽ കൊള്ളാന്ന് തോന്നലുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ലേ? ഇല്ല, വരുന്നവര് നന്നായി എല്ലാവർക്കും നന്നായിട്ട് നിൽക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇത്രയും കാലം ഇവിടെ നന്നായിട്ടാണോ പോയത്? നന്നായിട്ടും നന്നാണ്ടും ഒക്കെ അങ്ങനെ ഒരു രീതിയിൽ അങ്ങോട്ട് പോകണം. അവിടെ ഇവിടെ തൊടാതെയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്.